ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഒരുപാട് നാളെ കാത്തിരുന്നൊരു സാധനം എൻ്റെ കൈ കിട്ടി. ഞാൻ സാധാരണ നമുക്ക് ഈ യൂട്യൂബേഴ്സിന് പുതുതായിട്ട് തുടങ്ങുന്ന എല്ലാവർക്കും മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് വീഡിയോയ്ക്ക് സൗണ്ടിന് എത്ര ക്ലിയർ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് സൗണ്ട് ക്ലിയർ ഇല്ല എന്നൊക്കെ. അപ്പോൾ അന്നേരം വിചാരിച്ചു എന്തായാലും സംഭവം ഓർഡർ ചെയ്തേ പറ്റത്തുള്ളൂ. വേറെ ഒന്നല്ല, മൈക്കാണ് ഗൈസ്. മൈക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് കിട്ടിയത്. ഇതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഓർഡർ ചെയ്ത് അതങ്ങോട്ട് എങ്ങനെയോ അത് ക്യാൻസലാക്കി, പിന്നെ അത് ഓർഡർ ചെയ്ത് പിന്നെ അത് ഡേറ്റ് അങ്ങോട്ട് ഡിലേ ആയി, പിന്നെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഇതായി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മതി, അതിനകത്ത് ഞാൻ ക്യാൻസലാക്കി. ആ ഒരു ആപ്പിന് ഏതാണെന്ന് പറയുന്നില്ല, ആ ഒരു ആപ്പിന് ഞാൻ ക്യാൻസലാക്കിയതിന് ശേഷം ഞാൻ നേരെ ആമസോണിൽ കയറി കുറേ നേരം സെർച്ചൊക്കെ ചെയ്ത്. ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല, എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്നും അറിയാമല്ലോ. ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങുന്നവർക്ക് ഒന്നിനെ പറ്റി ഒരു അറിവുണ്ടാവില്ല, എല്ലാം നമ്മൾ പഠിച്ച് വരത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്തായാലും സെർച്ച് ചെയ്തൊരു സംഭവം എൻ്റെ കൈ കിട്ടി. കുറേ നേരം നോക്കി എല്ലാത്തിനെ പറ്റി വായിച്ചിട്ട് വന്നൊന്നും അങ്ങനെ അതൊക്കെ എന്തുവാന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ സംഭവം ഞാൻ നോക്കി സെലക്ട് ആക്കി ഓർഡർ കൊടുത്തതിന് ശേഷം ഒരു 4 ഡേയ്സിനുള്ളിൽ സംഭവം എൻ്റെ കൈ കിട്ടി. ഇത് പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ശനിയാഴ്ചയാണ് ഡേറ്റ് കണ്ടത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച എൻ്റെ കൈ കിട്ടി. അപ്പോൾ താങ്ക് യു ആമസോൺ. ഒരുപാട് സന്തോഷമുണ്ട്. ആമസോണിൽ അധികം വേഗം കിട്ടും. നമുക്ക് ഈ മീഷോ, ഫ്ലിപ്കാർട്ട് ഇതൊക്കെ കുറച്ചുകൂടെ ഡേറ്റ് അങ്ങോട്ട് ഡിലേ ആവും. അപ്പോൾ എന്താ പറയുക, ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട്, കവർ മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ബോക്സ് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ പൊട്ടിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തായാലും ഇത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. കാരണം നാളെ ഒരു സമയത്ത് ഇതൊരു എടുത്ത് നോക്കുമ്പോൾ ഒരു ഓർമ്മയാണ്. നമ്മൾ ഈ ഫസ്റ്റ് യൂട്യൂബിൽ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, യൂട്യൂബിലേക്ക് ഇങ്ങനെ വരുന്ന എല്ലാവർക്കും, പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. അപ്പോൾ ആ ഈ ഓർമ്മകളൊക്കെ ഞാൻ ഇതിനകത്ത് എന്തായാലും സൂക്ഷിക്കും. എൻ്റെ ഫസ്റ്റ് തുടക്കം ഞാൻ യൂട്യൂബിലേക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് എടുത്തത് മൈക്കാണ് ഗൈസ്, മൈക്ക്. അപ്പോൾ എൻ്റെ ഇനിയുള്ള വീഡിയോസിലെല്ലാം കുറച്ച് ക്ലിയറൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. ഞാൻ ഫോണിൽ കണക്റ്റാക്കി എങ്ങനെയാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല, പിന്നെ ഇത് നോക്കണം. അപ്പം ഞാൻ എന്തായാലും പൊട്ടിക്കാം ഗൈസ്, പൊട്ടിക്കട്ടെ. ഈ പുതുതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ എടുക്കുന്നവർക്ക് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത് നമുക്ക് ഈ മൈക്കുള്ളപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വ്ളോഗെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ഉണ്ടാവില്ല. ഫോൺ ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് നടക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മൈക്ക് ഓർഡർ ചെയ്യാം. ഫസ്റ്റ് ഓർഡർ ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട് സംഭവം എൻ്റെ കൈ കിട്ടി ഗൈസ്. ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ തന്നെ. ഭയങ്കര എന്താ പറയുക, നമ്മളിങ്ങനെ ഓരോരുത്തരൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ അവരുടെ ഇവിടെയൊക്കെ ഇരിക്കും നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്വന്തമായിട്ട് കയ്യിൽ കിട്ടാതെയായിരിക്കും. ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഇത് കണക്റ്റാക്കി നോക്കണം, കണക്റ്റാവില്ലേ. പക്ഷേ ഇത് ഫോണിൽ ഓർഡർ ചെയ്യുമ്പോൾ ഇത് 2 കണ്ട്. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, ശരി ഇത് 2 കിട്ടുമോ, ഇത് 1 കിട്ടത്തുള്ളൂ എന്നൊക്കെ. എന്തായാലും 2 തന്നെ കിട്ടി ഗൈസ്. ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതിലൊക്കെ ഇങ്ങനെ നല്ല ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് മൈക്ക്. ഇനി നമ്മൾ ഇങ്ങനെയല്ല സംസാരിക്കും. പുതുതായിട്ട് തുടങ്ങുന്ന എല്ലാവർക്കും ഈ സംഭവം വേണം. നമുക്ക് പുറത്ത് പോയി വ്ളോഗ് എടുക്കണമെങ്കിലെല്ലാം നമുക്ക് ഈ ഒരു സംഭവം നമ്മുടെ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല. ഇനി കുറച്ച് പുതിയ തുടക്കങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങോട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ കാണും. നമ്മൾ എല്ലാം പഠിച്ചിട്ടായിരിക്കുമല്ലോ ഒന്നിനും വരുന്നത്. അപ്പോൾ ഇതൊരു തുടക്കമാണ് യൂട്യൂബിലേക്ക്. ഫസ്റ്റ് തുടക്കം ഞാൻ എൻ്റെ മൈക്ക് തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരികയാണ്. എന്താ പറയുക, ഇങ്ങനെയെല്ലാം വർത്തമാനം പറയും ഗൈസ്. ഇതിവിടെ ഇങ്ങനെ വെക്കണം. ഇനി ഇതിങ്ങനെ വെച്ചിട്ടാണ് വർത്തമാനം പറയുക. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ആദ്യമായിട്ട് കൈ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സാധനം തോന്നുന്നു. പിന്നെ ഇതെങ്ങനെ കണക്റ്റ് ആക്കണ്ടേന്നൊക്കെ ഇതിലൊരു പേപ്പറുണ്ട്. ഫോണിൽ കണക്റ്റ് ആക്കണ്ടേന്ന് എല്ലാം ഈ ഒരു പേപ്പറിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഗെയിം ഉണ്ടാവും, വ്ളോഗ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എൻ്റെ കൂടെ പറ്റുന്ന എല്ലാം ഉണ്ടാവും. പിന്നെന്താ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് യൂട്യൂബേഴ്സിനൊക്കെ എന്തായാലും ഈ ഒരു ഫീലിങ്സ് മനസ്സിലാവും. എന്തെല്ലാം ഫിറ്റ് ചെയ്ത് അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിതാ മൈക്കെല്ലാം ഫോണിൽ കണക്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. ഞാൻ ഒന്ന് ട്രയൽ നോക്കി, നല്ല ഉണ്ട്. അല്ല എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടമായി? നേരത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ തമ്മിൽ നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.